ഹലോ നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് റോസ്റ്റ് ആണ്. ഈ സോയയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് പ്രോട്ടീൻ റിച്ച് ആണ്. ഇത് നമ്മുടെ ബാഡ് കൊളസ്ട്രോളിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ നോൺ വെജ് ഒന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 100 ഗ്രാം സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുവാണ്. നല്ലതുപോലെ തിളച്ച വെള്ളം തന്നെ എടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 20 മിനിറ്റ് ഇത് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് സോഫ്റ്റായി കിട്ടും. അതിനുശേഷം ഞാൻ 20 മിനിറ്റിന് ശേഷം ഇത് ഞാൻ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. നല്ലതുപോലെ ഇത് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളയണം. ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്താൽ മതി, പക്ഷേ ഇത് അടിയിൽ പിടിക്കാതെ നോക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നിടം വരെയാണ് വേവിച്ചെടുക്കുന്നത്. എന്നിട്ടിത് കംപ്ലീറ്റ് ഇതിൻ്റെ പ്രഷർ പോയിട്ടേ ഇത് തുറക്കത്തുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് 2 വലിയ സവാള ചെറുതായിട്ട് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഞാൻ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടും. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ചതച്ചാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടതൊരു വലിയ തക്കാളിയാണ്. ഇതല്പം പച്ചയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി കിട്ടും. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. അത് എളുപ്പം ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ഇളക്കി കൊടുക്കേണ്ട. തീ കുറച്ചിട്ടിട്ട് മതി. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഈ മല്ലിപ്പൊടിയുടെ മണം പോകുന്നിടം വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച് വെച്ചതാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒന്ന് മണം പോകുന്നിടം വരെ. ഇതിലേക്ക് അരിഞ്ഞ് വെച്ച് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ച് വെക്കണം. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൊമാറ്റോ നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഉടച്ച് ചേർക്കുകയാണെങ്കിൽ ഇത് ആ സോയ ചങ്ക്സിലൊക്കെ അത് പിടിക്കുള്ള അരപ്പൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് വെന്തിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. ഇത് നമുക്ക് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാലയെല്ലാം ഇതിൽ പിടിക്കുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്.
ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൽ കൂടുതൽ ഞാൻ കറിവേപ്പില ചേർക്കുന്നുണ്ട്, അപ്പോൾ പ്രത്യേക ഒരു മണമാണ്. അതുപോലെ തന്നെ ഞാൻ ഗരം മസാല ഇതിൽ കുറച്ചാണ് ഇട്ടേക്കുന്നത്. കൂടുതലും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഈ ഗരം മസാല നമുക്ക് വയറിന് ചൂടൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ഗരം മസാല കുറച്ചിട്ട് ഇപ്പോഴും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് തീ കുറച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം ഇത് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് രാത്രിയിലായി എടുക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഞാൻ വേറെ ലൈറ്റിൻ്റെ വെട്ടത്ത് വെച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കളറ്. ഇപ്പോൾ ഇത് നല്ല ഒരു ഡിഷാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു ഡിഷുമായി വരുന്നതായിരിക്കും. ബൈ.